പല പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ബന്ധനമുണ്ട്, ഇവിടെ ബന്ധനമുണ്ട്, കുടുംബത്തിൽ ബന്ധനമുണ്ട്, അവനൊരു ബന്ധനമുണ്ട്, ഇവൾക്കൊരു ബന്ധനമുണ്ട്. പക്ഷെ എന്താണ് ഈ ബന്ധനം? ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് നമ്മുടെ ഒരാളുടെ ജീവിതത്തിൽ ബന്ധനം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ദൈവം ഭൂമി സൃഷ്ടിച്ചപ്പോൾ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ എല്ലാം പരിശുദ്ധമായിരുന്നു. എല്ലാം പരിശുദ്ധമായിരുന്ന ഒന്നാം ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം ദൈവം പറഞ്ഞു എല്ലാം മനോഹരമായിരിക്കുന്നു. രണ്ടാം ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം ദൈവം പറഞ്ഞു എല്ലാം മനോഹരമായിരിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം ദൈവം പറഞ്ഞത് എല്ലാം മനോഹരമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ തിന്മ, ഈ ദുഷ്ടത എവിടെ നിന്ന് വരുന്നു? നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ വചനത്തിൽ വായിക്കുന്നൊരു വചനമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ഇത് പിശാച് ഈശോയെ പ്രലോഭിപ്പിക്കുന്ന ആ ഭാഗമാണ്. നമുക്കെടുത്ത് വായിക്കാം. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, കാരണം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ അത് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു പിശാചിന്റെ ഒരു വചനം. പിശാച് പറഞ്ഞൊരു കാര്യമാണ്, നീ ആരാധിച്ചാൽ നിനക്കിതെല്ലാം തരാം. ഇതിന് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യം എടുത്ത് വായിക്കാം. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ദൈവത്തോടാണ് പറയുന്നത്. ദൈവം തന്നെയായ ഈശോയോട് പിശാച് പറയാ, ഇതിന്റെ മേലുള്ള അധികാരം മുഴുവൻ നിനക്ക് തരാം. എന്നിട്ട് പറയാണ്, നിനക്കറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ എൻ്റെ പേരിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആധാരം എൻ്റെ കയ്യിലാണ്. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാനിവിടെ പോയി എടുത്തിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഇതെനിക്ക് വിറ്റിരിക്കുന്നു, ഇതെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ കൈവശപ്പെടുത്തി ആരും അറിയാതെ ഞാൻ തട്ടിയെടുത്തു എന്നല്ല, ഇതെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചവും ഇതിൻ്റെ അധികാരവും മഹത്വവും ഈ ലോകത്തിലുള്ളതെല്ലാം ആരോ ഇവന് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇവനത് കൊടുത്തത്? ദൈവം ഒരിക്കലും ഈ മനോഹരമായ പ്രപഞ്ചത്തെയും ഈ മനോഹരമായ ലോകത്തെയും പിശാചിന് അടിയറ വയ്ക്കില്ല. അങ്ങനെയാണെങ്കിൽ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചതെങ്കിൽ സത്യത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ അധികാരവും മഹത്വവും കഴിവും ശക്തിയും ഇതിന്റെ എല്ലാം ആധിപത്യം ശരിക്കും ദൈവം ആർക്കാണ് കൊടുത്തത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം എടുത്ത് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. ദൈവം 6 ദിവസം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, ദൈവം അവരെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഭൂമിയെ കീഴടക്കാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും മേൽ ഞാൻ ഇതാ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. നമുക്ക് എടുത്തു വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായ ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് 28-ാം വാക്യം ദൈവം അവരെ എങ്ങനെ അനുഗ്രഹിച്ചു? സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെ ആകാശത്തിലെ പറവകളുടെ ഭൂമി ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ആധിപത്യം ദൈവം മനുഷ്യന് കൊടുത്തതാണ്. ആദ്യമേ ദൈവം മനുഷ്യന് ഈ ആധിപത്യം കൊടുത്തതാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനുമുള്ള ആധിപത്യം മനുഷ്യന് ദൈവം കൊടുത്തതാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഈശോയെ പിശാച് കാണുമ്പോൾ ഈശോയുടെ മുമ്പിൽ വെച്ച് പിശാച് പറയാണ്, ഈശോയുടെ മുഖത്ത് നോക്കി പറയാണ്, ഇതിന്റെ ആധിപത്യം മുഴുവനും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ ദൈവം കൊടുത്തത് മനുഷ്യനാണ്. ഇപ്പോൾ പിശാച് പറയാണ്, അത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഈശോയുടെ പ്രതികരണം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ
യോഹന്നാന്റെ സുവിശേഷം 12:31 എടുത്ത് വായിക്കാൻ. യോഹന്നാന്റെ സുവിശേഷം 12:31 എടുത്ത് വായിക്കാൻ. യോഹന്നാന്റെ സുവിശേഷം 12:31 വചനം പറയുന്ന ഇതാണ്: ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. അതിനർത്ഥം ഈ ലോകത്തിന്റെ അധികാരി പിശാചാണെന്ന് ഈശോ പോലും ആ സമയത്ത് സമ്മതിച്ചു. ഈ ലോകം അവന്റെ ആധിപത്യത്തിനുള്ളിലാണെന്ന് ഈശോയുടെ കാലത്ത്, ഈശോ മരിക്കുന്നതിന് മുമ്പുള്ള ആ സമയത്ത് ഈശോ തന്നെ സമ്മതിച്ചു. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഇനി അടുത്ത വചനം നമുക്കെടുത്ത് വായിക്കാം. യോഹന്നാൻ 14:30. യോഹന്നാൻ 14:30 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാൻ 14:30 ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മേൽ അധികാരമില്ല, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 16:11 ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്ന ഇതാണ്: പിശാചിന് ഈ ലോകത്തിന് മേൽ അധികാരമുണ്ടെന്ന് ഈശോ തന്നെ സമ്മതിക്കുകയാണ്. പക്ഷേ ഈ അധികാരം പിശാചിന് കൊടുത്തത് മനുഷ്യനാണ്. കാരണം ഈ അധികാരം മുഴുവനും മനുഷ്യന്റെ കയ്യിലായിരുന്നു. ആദ്യ പാപത്തോടെ ഈ ലോകത്തിന്റെ അധികാരവും പാപത്തിന് കീഴടങ്ങുന്ന സമയത്ത് ഈ ലോകത്തിന്റെ അധികാരവും ആധിപത്യവും മനുഷ്യൻ പിശാചിന്റെ മുമ്പിൽ അടിയറ വെച്ചു. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം, വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയുക: പാപം ചെയ്യുന്നവൻ എവിടെയാണോ പാപം ചെയ്യുന്നത്, ഏത് മേഖലയിലാണോ പാപം ചെയ്യുന്നത്, ആ മേഖല മുഴുവനും പിശാചിന് അടിയറ വയ്ക്കുകയാണ്. മനസ്സിൽ പാപം ചെയ്താൽ മനസ്സ് പിശാചിന് അടിയറ വെച്ചു. ശരീരത്തിൽ പാപം ചെയ്താൽ ശരീരം പിശാചിന് അടിയറ വെച്ചു. ഓരോ ചിന്തകളിൽ എവിടെയൊക്കെ ഏതെല്ലാം മേഖലകളിലാണോ നമ്മൾ പാപം ചെയ്യുന്നത്, ആ മേഖലകൾ പിശാചിന്റെ ആധിപത്യത്തിന് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. കണ്ണിൽ പാപം ചെയ്താൽ കണ്ണ് പിശാചിന്റെ ആധിപത്യത്തിന് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ദൈവിക കാര്യങ്ങൾ കാണാനും കേൾക്കാനും കണ്ണിന് മടുപ്പ് തോന്നും. അതുകൊണ്ടാണ് ചീത്ത സിനിമകൾ കാണുകയും ചീത്ത കാര്യങ്ങൾ കാണുന്നവർക്ക് കുറച്ചു കഴിയുമ്പോൾ വചനം വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കം വരും, ഈശോയെ നോക്കാൻ മടി തോന്നും. പിന്നെ വെറുതെ ഇരിക്കുമ്പോഴും ഭാവനയിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചീത്ത ഭാവനകളും ചിന്തകളും വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്? കണ്ണ് ശരീരത്തിന്റെ ഒരു വാതിലാണ്. ഈ വാതിലിൽ പിശാചിന് സ്ഥാനം കൊടുത്തിരിക്കുന്നു, ആധിപത്യം കൊടുത്തിരിക്കുന്നു. ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ശരീരഭാഗത്താണോ നമ്മൾ പാപങ്ങൾ ചെയ്തു കൂട്ടിയത്, ആ മേഖലകൾ പിന്നെ പിശാചിന്റെ പിടിയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, ഡെലിവറൻസ് ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കുക, ചില കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം. അത് അതുപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, കാരണം അതിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണണം. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ മനസ്സിൽ ചീത്ത കാര്യങ്ങൾ നിരൂപിച്ചുകൊണ്ടിരിക്കുന്നവന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഈ മനസ്സിൽ പിന്നെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഒരിക്കലും സാധിക്കാത്ത വിധത്തിൽ അവൻ ആധിപത്യം പുലർത്തും. അതുപോലെ ശരീരത്തിൽ വീണ്ടും വീണ്ടും ജഡിക പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആധിപത്യം ശരീരത്തിൽ ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള വചനങ്ങൾ ഈ ദിവസം നമ്മൾ ഇപ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വായിക്കാം. കുറച്ച് വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരീരം, നമുക്കറിയാം, ഒരു മനുഷ്യന്റെ 3 ഭാഗങ്ങൾ, ഒരു മനുഷ്യനുള്ള 3 ഭാഗങ്ങൾ: 1 ശരീരം, 2 മനസ്സ്, 3 ആത്മാവ്, സോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് എന്നറിയപ്പെടുന്ന 3ാമത്തെ ഭാഗം. പാപം ചെയ്യുമ്പോൾ ആദ്യം അവൻ പ്രവേശിക്കുന്നത് ശരീരത്തിലാണ്, പിന്നെ അത് മനസ്സിനെ കീഴ്പ്പെടുത്തുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ ആത്മാവിനെ മുഴുവനും കീഴ്പ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പല ദൈവശാസ്ത്രജ്ഞന്മാരും ആത്മീയ പിതാക്കന്മാരും പറയുക, പാപം ഉള്ളിൽ കടന്നു കഴിഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്, ഒരു വലിയ പ്രോസസ്. ആദ്യം ഒരു നുണയിലൂടെ പാപം കയറുന്നു, ഒരു നുണയിലൂടെ. അതിന്റെ പ്രോസസ്സ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. നുണ കയറി കഴിയുമ്പോൾ ഭയം കയറുന്നു, ഭയം കയറി കഴിയുമ്പോൾ ദുഃഖം കയറുന്നു, ദുഃഖത്തിൽ നിന്ന് അതിൽ നിന്ന് ഈ നുണ കയറുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ടെംപ്റ്റേഷൻ,
ഒബ്സഷൻ, ഒപ്രഷൻ, പൊസഷൻ, അങ്ങനെ അത് കഴിഞ്ഞ് അവസാനം പൊസഷൻ എന്ന് പറഞ്ഞ അവസാനത്തെ ഒരു റോളിലേക്ക് വരുന്നു. അവസാനം പൊസഷൻ വരുമ്പോഴാണ് പൂർണ്ണമായും അടിമത്തത്തിലേക്ക് വരിക. ഒന്ന് നുണ കയറുന്നു, പിന്നെ രണ്ട് ഭയം കയറുന്നു, ദുഃഖം കയറുന്നു, പ്രലോഭനം ടെംപ്റ്റേഷൻ കയറുന്നു, പിന്നെ ഒപ്രഷൻ കയറുന്നു, പിന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നു, പിന്നെ ഒബ്സഷനിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് പൊസഷൻ. ഇങ്ങനെ 8 തലങ്ങളാണ് ഇതിനുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് പതിയെ വിശദീകരിക്കാം. ആദ്യം നമുക്ക് കുറച്ച് വചനങ്ങൾ വായിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം എടുത്ത് വായിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം എടുത്ത് വായിക്കാം. റോമ 7:25 വചനം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു, പക്ഷേ എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. പിശാച് അകത്ത് കയറുമ്പോൾ, പാപം ചെയ്തു കഴിയുമ്പോൾ ആദ്യം അവൻ ബാധിക്കുന്നത്, നമ്മെ സ്വാധീനിക്കുന്ന ശരീരത്തിലാണ്. ശരീരത്തെ സ്വാധീനിക്കുന്നു, ശരീരത്തിന് മേൽ അവൻ ആധിപത്യം പുലർത്തുന്നു. മനസ്സുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ശരീരം ബലഹീനമാകുന്നു. ആ ശരീരത്തെ അവൻ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. കുറച്ചു കഴിയുമ്പോൾ അവൻ മനസ്സിനെ കാർന്നതിനാൻ തുടങ്ങുന്നു. അതിനുശേഷം നമ്മുടെ ആത്മാവിനെയും അവൻ ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്. ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് അതിനെ ബാധ കയറി അല്ലെങ്കിൽ പൊസഷൻ എന്നൊക്കെ പറയുക. അത് ഏറ്റവും അവസാനത്തെ ഘടകമാണ്. നമുക്കെടുത്ത് വായിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. പാപം, ഒരു ബന്ധനം അകത്ത് കയറുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നാണ് ഇവിടെ പറയുക. 1:18 മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. സത്യത്തിന് വിരുദ്ധമായി ചെയ്തു തുടങ്ങുമ്പോഴാണ് ബന്ധനത്തിന്റെ ആരംഭം. അടുത്ത വചനം 19-ാം വാക്യം: ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ഉണ്ടെന്നും ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ട പ്രപഞ്ചത്തിലൂടെ ദൈവം ഉണ്ടെന്നുള്ള കാര്യത്തിന് അടിത്തറയിട്ടുകൊണ്ട് ദൈവം എല്ലാം തെളിയിച്ചിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വചനം: ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്ത ശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അടുത്ത വചനം 21-ാം വാക്യം: അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലേക്ക് ആണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെയാണ് ഒരാളിൽ ഒരു ബന്ധനം വന്ന് കയറുന്നത്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം വേറെ ഏതിനെങ്കിലും ദൈവത്തെക്കാൾ ഉപരി സ്ഥാനമോ മഹത്വമോ കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം പിശാചിന്റെ ഒരു ബന്ധനം അവനിൽ വന്ന് കയറും. ചിലര് അവരുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, ജോലിക്ക്, അല്ലെങ്കിൽ കഴിവിന്, ഇമേജിന്, അല്ലെങ്കിൽ അവരുടെ പല മേഖലകൾക്ക് 1-ാം സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ അവിടെ പിശാച് കയറി ആധിപത്യം പുലർത്തും. അതാണ് ഇവിടെ വചനം പറയുക. 22-ാം വാക്യം നമുക്ക് എടുത്ത് വായിക്കാം. 22: ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. 23-ാം വാക്യം: അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇവിടെ ചേർക്കേണ്ട പല കാര്യങ്ങൾ: നമ്മുടെ ഇമേജ്, നമ്മുടെ പേര്, പ്രശസ്തി, അല്ലെങ്കിൽ നമ്മുടെ ഭംഗി, സൗന്ദര്യം, കഴിവ്, ബുദ്ധി, ഇതിനൊക്കെ ഈ മഹത്വം കൊടുക്കാൻ തുടങ്ങി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു പലതിനും കൊടുക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ ഉണ്ടാവുക എന്ന് നോക്കാം. 24-ാം വാക്യം: അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്ന അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഒരു പാപം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ വന്നു കഴിഞ്ഞാൽ, ആദ്യം നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്. അശുദ്ധി എന്നൊരു പാപം നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് കയറാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ഒരാളിൽ ഒരു പാപം ജനിക്കുന്നത് എങ്ങനെയാണെന്നും ബന്ധനം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും ഒന്ന് ചുരുക്കി നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് പാപമുണ്ടായത് ആരിലാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിലും ഹവയിലും. അതിനു മുമ്പ് സാത്താൻ ലൂസിഫറിന് സ്വർഗത്തിൽ വെച്ചുണ്ടായത്
നമുക്കറിയാം. നമുക്കിപ്പോൾ ഏതായാലും ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. ഒരു ദിവസം സ്ത്രീ ഒറ്റയ്ക്ക് ദൈവത്തെ കൂടാതെ, സാധാരണ ദൈവത്തിന്റെ കൂടെ ആയിരുന്ന ആദവും ഹവ്വയും ഒരു ദിവസം ദൈവത്തെ കൂടാതെ നടക്കാൻ ഇറങ്ങി. അന്ന് സ്ത്രീയോട് ഒരാള് സംസാരിക്കാനായി കൂട്ടുകൂടാനായി വന്നു. അത് സർപ്പമാണ്. സ്ത്രീയോട് ചോദിച്ചത് ഇങ്ങനെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. എല്ലാ പാപത്തിന്റെയും തുടക്കം ഇതാണ്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകലുന്നതാണ് എല്ലാ പാപത്തിന്റെയും തുടക്കം. ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് മാറിക്കഴിഞ്ഞാൽ അടുത്തത് ഒന്നാമത്തെ തുടക്കം ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുമാറുക. രണ്ടാമത്തത് ഉടനെ ദൈവ സാന്നിധ്യം വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പിശാചിനെ താലോലിക്കും. എന്റർടൈനിങ് ദ ഈവിൾ സ്പിരിറ്റ്. നമ്മൾ പിശാചിനെ താലോലിക്കും. അവനോടും പെരുമാറാനും സംസാരിക്കാനും അവന്റെ കൂടെ നടക്കാനും നമ്മൾ തുടങ്ങും. ദൈവത്തെ വിട്ടുകഴിഞ്ഞാൽ അടുത്തത് പിശാചിനെ പിടിക്കും. ദൈവത്തെ വിടുന്ന എല്ലാവരും അടുത്തത് പിശാചിനെ പിടിക്കും. 100% ഉറപ്പാണ്. കാരണം ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ എന്നൊരു പൊസിഷൻ ഈ ലോകത്തില്ല. നിരീശ്വരവാദം ഒരു ന്യൂട്രൽ പൊസിഷനാണെന്നാ പറയുക. ദൈവമില്ല പിശാചും ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പിശാചിനോട് കൂടിയുള്ള യാത്രയാണ്. കാരണം ദൈവവുമില്ലെങ്കിൽ പിശാചിന്റെ കൂടെയാണ്. ഒന്നുകിൽ ഗുഡ് അല്ലെങ്കിൽ ഗുഡ് ഈവിൾ. ഇതിന്റെ ഇടയിൽ ഒരു മധ്യവർത്തി ഇല്ല. ഒന്നെങ്കിൽ ഗുഡ് അല്ലെങ്കിൽ ഈവിൾ. ഗുഡിന്റെ കൂടെ അല്ലെങ്കിൽ ഈവിളിന്റെ കൂടെയാണ്. നന്മയുടെ കൂടെ അല്ലെങ്കിൽ തിന്മയുടെ കൂടെയാണ്. അതുകൊണ്ട് ഇതിനിടയിൽ ഒരു സ്ഥലമില്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിൽ നിന്നുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ഐക്യം വിട്ടു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അവന്റെ പിശാചിന്റെ പിടിയിൽ. അതുകൊണ്ടാണ് സാവൂളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പോയ ഉടനെ വന്നു കയറിയതാരാണ്? ദുഷ്ടാത്മാവാണ്. സാവൂളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പോയി കുറച്ചു കാലം നിരീശ്വരവാദമായിട്ടൊന്നും സാവൂൾ നടക്കേണ്ടി വന്നില്ല. അതിന് മുമ്പേ പിശാച് കയറി. ഒരുപക്ഷെ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് നടന്നേക്കാം. എന്നാലും ആ വാദം തന്നെ പിശാചിന്റെ പ്രവർത്തനമാണ്. അങ്ങനെ ഒരു ചിന്ത തന്നെ പിശാചിൽ നിന്ന് വരുന്നതാണ്. ദൈവമില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ പിശാചിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആദവും ഹവ്വയും എന്താണോ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നടപ്പ് അല്പനേരത്തേക്കെങ്കിലും മാറ്റിവെച്ചത്, ആ നിമിഷം രണ്ടാമത്തെ സ്റ്റെപ്പ് നടന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ് ദൈവത്തിൽ നിന്ന് അകലുക, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം വിട്ടകലുക. രണ്ടാമത്തത് പിശാചിനെ താലോലിക്കുക. പിശാചിനെ താലോലിച്ച് കഴിയുമ്പോൾ മൂന്നാമതൊന്ന് സംഭവിക്കും. ഈവിൾ ഡിസയർ എൻറ്റർ ഇൻസൈഡ്. ഈവിൾ, ദുരാഗ്രഹം നിന്നിലേക്ക് പതിയെ കയറും. അതുകൊണ്ടാണ് ആദം ഹവ്വ ഒരിക്കലും പാപം ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല പിശാചിനോട് സംസാരിക്കാൻ തുടങ്ങിയത്. ഇവൻ ആരാണെന്ന് അറിയാൻ പാടില്ല. വെറുതെ ഒന്ന് കേൾക്കാൻ നോക്കി, കേട്ടുകൊണ്ടിരുന്നു, കേൾക്കാൻ തുടങ്ങി, സംസാരിച്ചു. അവൻ ചോദിച്ചതിനൊക്കെ കൃത്യമായിട്ട് നുണ പറയാതെ ഉത്തരം പറഞ്ഞു. ഉടനെ അവൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഉള്ളിലേക്ക് കയറി. ഉടനെ ഒരു ദുരാഗ്രഹം, എന്താണ്? ദൈവത്തെ പോലെ ആകണമെന്നുള്ളൊരു ദുരാഗ്രഹം അറിഞ്ഞോ അറിയാതെയോ ആ ഹവ്വയിലേക്ക് കയറിയോ ഉടനെ പിശാചിന് ഇവളുടെ ഉള്ളിൽ സ്ഥാനം കിട്ടി. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദുരാഗ്രഹം ഉള്ളിലേക്ക് കയറുക. ദുരാഗ്രഹം എന്നൊരു ആഗ്രഹത്തിലൂടെ, ആസക്തിയിലൂടെയാണ് പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കയറുക. ഓരോ പാപത്തെ നമ്മൾ എന്റർടൈൻ ചെയ്യുമ്പോൾ അറിഞ്ഞു അറിയാതെയോ ഒരു ദുരാഗ്രഹം ഉള്ളിലേക്ക് കയറും. അതാണ് അവന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ നാലാമത്തത്, പിന്നെ പ്രലോഭനം ഉണ്ടാവും. നാലാമത്തതാണ് പ്രലോഭനം എന്ന് പറഞ്ഞാൽ, ഈ ഹവ്വയ്ക്ക് ദുരാഗ്രഹം ഉള്ളിലേക്ക് കയറി. എനിക്ക് ദൈവത്തെ പോലെ ആകണം, ആയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ ഉടനെ ആ പഴം ഒരു പ്രലോഭനമായി മാറി. ഈ ചിന്ത ഉള്ളിലേക്ക് വന്നത് ഈ പഴം ഒരു പ്രലോഭനമായി മാറി. ഇങ്ങനെ ഈ പ്രലോഭനം, ഈ 4 കൂടി അവസാനം ഒരു പാപത്തെ അങ്ങ് പ്രസവിച്ചു. അതാണ് ആദ്യ പാപം. അതിനെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. ഓരോരുത്തരും
പരീക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ഹവ്വയും ആദവും പരീക്ഷിക്കപ്പെട്ടത്, പ്രലോഭനമുണ്ടായത് അതിന്റെ മുമ്പിൽ ഒരു ദുർമോഹം വശീകരിച്ചു അവരെ. ദുർമോഹം വശീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രലോഭനമുണ്ടായത്. ഇങ്ങനെ ഈ ദുർമോഹവും പ്രലോഭനം കൂടി വളർന്നു വലുതായി. അടുത്ത വചനം 15-ാം വാക്യം. 15-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, ദുർമോഹം ഗർഭം ധരിച്ച പാപത്തെ അവസാനം പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഇനി ഇതാണ് 5 സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞത്. ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. 1, ദൈവ സാന്നിധ്യം വിട്ട് അകലുന്നതാണ് എല്ലാ പാപത്തിന്റെയും തുടക്കം. അത് കഴിയുമ്പോൾ ദൈവ സാന്നിധ്യം വിട്ട് കഴിയുന്ന ഉടനെ സംഭവിക്കുന്നത് പിശാചിനെ പ്രലോഭിപ്പിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ധൂർത്തപുത്രൻ പിതാവിന്റെ ഭവനം വിട്ട് അകന്നുപോയി. ഉടനെ ഈ ധൂർത്തപുത്രന്റെ പാപം എന്താണ്? അവൻ പിതാവിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ എല്ലാ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു, സ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ഇവിടം വിട്ടു പോകണം, എനിക്കിവിടം വിട്ട് മാറണം എന്നൊരു ചിന്ത അവന്റെ ഉള്ളിലേക്ക് വന്നു. അവൻ പിതാവിന്റെ ഭവനം വിട്ട് അകന്നു. പിതാവുമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ച് അത് അകലാനൊരു ചിന്ത അവന്റെ ഉള്ളിൽ ഉടലെടുത്തു. ആ ചിന്ത ഉടലെടുത്ത ഉടനെ അവന്റെ ഉള്ളിലുണ്ടായ 2ാമത്തെ സ്റ്റെപ്പ് എന്താണ്? പിശാചുമായി എന്റർടൈൻ ചെയ്യുക. അവൻ മനസ്സിൽ ഇങ്ങനെ എന്റർടൈൻ ചെയ്യാൻ തുടങ്ങി. 3ാമത്തത് ദുർമോഹം ഉള്ളിലേക്കുണ്ടായി. എങ്ങനെയെങ്കിലും സ്വത്ത് കൈക്കലാക്കണമെന്നുണ്ടായി. അങ്ങനെ സ്വത്ത് കൈക്കലാക്കി ഉടനെ പ്രലോഭനമായി, ശരീരത്തിന്റെ പ്രലോഭനം. അതുകൊണ്ട് വീട്ടിൽ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിതാവിന്റെ ഭവനം വിട്ട് ദൂരെ പോയി അവിടെ ആ പ്രലോഭനത്തെ അവൻ താലോലിക്കാൻ തുടങ്ങി. അവസാനം പാപത്തെ ഗർഭം ധരിച്ചു, അവസാനം പാപത്തെ പ്രസവിച്ചു, പന്നിക്കൂട്ടിൽ കിടക്കുകയാണ്. ദൈവ സാന്നിധ്യം പിതാവിന്റെ ഭവനം ബോറടിക്കാൻ തുടങ്ങുമ്പോൾ, പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അകലാൻ തുടങ്ങുമ്പോൾ ഒരു പാപം ഉള്ളിലേക്ക് വന്നു തുടങ്ങുന്നു. ബന്ധനം ഒരാളുടെ ഉള്ളിലേക്ക് കടന്നു കയറുന്നു. അതാണ് നമ്മൾ കാണുക. അതുകൊണ്ട് ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങൾ മറക്കരുത്. പാപം ചെയ്യാനുള്ള 5 മാർഗങ്ങൾ അല്ല 5 സ്റ്റെപ്പുകൾ. ഇനി ആർക്കും പാപം ചെയ്യാൻ അറിയാൻ പാടില്ലെന്ന് പറയരുത്. അതുകൊണ്ടാണ് ഈ 5 കാര്യങ്ങൾ പഠിപ്പിക്കുക. 1, സ്റ്റെപ്പ് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകലുക. അതാണ് പാപത്തിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്ന 1ാമത്തെ ഭാഗം. 2, പിശാചിനെ താലോലിക്കുക. പാപത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നാൽ ഉടനെ അടുത്ത നിമിഷം അവൻ പിശാചിനെ താലോലിച്ചിരിക്കും. 3, പിന്നെ ദുർമോഹം ഉള്ളിലേക്ക് വരും. ദുർമോഹം, ചില മോഹങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ദുരാശകൾ ഉള്ളിലേക്ക് വരും. അങ്ങനെ ദുരാശ ഉള്ളിൽ കിടക്കുമ്പോൾ പിന്നെ കാണുന്നത് അതുമായി ബന്ധപ്പെട്ടതെല്ലാം പ്രലോഭനമായി മാറും. ഒരു മദ്യം കഴിക്കണമെന്നുള്ള ഒരു ദുർമോഹം ഉള്ളിലുണ്ടെങ്കിൽ ഒരു മദ്യക്കുപ്പി കണ്ടാൽ തന്നെ അത് പ്രലോഭനമായി മാറും. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില കുടിയന്മാർ ഒരിക്കലും കുടി നിർത്താറില്ല. കാരണം അവന്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഇതൊന്നും കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ ആകാം. പലരും പല വിശുദ്ധരൊക്കെ പല വിശുദ്ധരെന്ന് അവകാശപ്പെടുന്ന പലരും കഴിക്കാറുണ്ടെന്നൊക്കെ ചിന്ത ഇങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ കൊണ്ടുവന്നാൽ അവൻ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കില്ല. കാരണം അത് പിശാചിന്റെ ഭവനം അവന്റെ ഉള്ളിലുണ്ട്. അത് തകർക്കാതെ അവൻ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല. അപ്പോൾ ദുർമോഹം ഉള്ളിലുണ്ടെങ്കിൽ ഇതെല്ലാം പ്രലോഭനമായി മാറും. ഈ പ്രലോഭനമൊക്കെ വളർന്ന് അവസാനം ഒരു ദിവസം പാപത്തെ പ്രസവിക്കും. ഇനിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പാപത്തെ പ്രസവിച്ചു കഴിയുമ്പോൾ എല്ലാവരും പോയി കുമ്പസാരിക്കും. പാപത്തെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി, കുഞ്ഞെന്ന് പറഞ്ഞാൽ ആ പാപത്തെ പൊക്കി എടുത്തുകൊണ്ടുപോയി കുമ്പസാരത്തിലൂടെ അച്ഛന് കൊണ്ടേ കൊടുക്കും. ഇതാണ് എൻ്റെ പാപം അച്ഛോ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ ആ പാപത്തെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ പാപം എന്ന് പറഞ്ഞാൽ 5ാമത്തെ ഭാഗം അതെടുത്ത് കളയും. പക്ഷെ ഈ 4 എണ്ണം അത് ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. ഗർഭസ്ഥാവസ്ഥ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. ദൈവത്തിൽ നകലുക, പിശാചിനെ താലോലിക്കുക, ദുർമോഹം ഉള്ളിൽ ജനിപ്പിക്കുക, വഹിച്ചു നടക്കുക, പ്രലോഭനവുമായിട്ട് ജീവിക്കുക. ഈ 4 സ്റ്റെപ്പ് ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ പ്രസവിച്ചു കഴിഞ്ഞ കുഞ്ഞിനെ കൊണ്ടുപോയി കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയാലും അടുത്ത ആഴ്ച തന്നെ വീണ്ടും ഇതേ പാപത്തെ പ്രസവിക്കും. 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേ പാപത്തെ പ്രസവിക്കും, വീണ്ടും പാപത്തെ പ്രസവിക്കും. ഇങ്ങനെ നിത്യഗർഭിണികളായി നടക്കുകയാണ് പലരും. കാരണം ഈ 4 സ്റ്റെപ്പ് ഉള്ളിലുണ്ട്. ഇനി ഈ പാപത്തിൽ നിന്നുള്ള ഇതിനെയാണ് ബന്ധനം എന്ന് പറയുക. ഈ 4 സ്റ്റെപ്പ് ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബന്ധനം.
അവനൊരു ബന്ധനത്തിലാണെന്ന് പറഞ്ഞാൽ ഈ 4 സ്റ്റെപ്പ് അവന്റെ ഉള്ളിലുണ്ട്. എന്താണ്? ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുകന്നു, 2 പിശാചിനെ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ദുരാശകൾ, എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട ദുർമോഹങ്ങളാണ്. പണമുണ്ടാക്കണം, എനിക്ക് സുഖിക്കണം, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവൻ ബന്ധനത്തിലാണോ അല്ലയോ എന്ന്. ഒരാളോട് കുറച്ചു നേരം സംസാരിച്ചാൽ മനസ്സിലാകും. അവൻ എപ്പോഴും പല ദുർമോഹങ്ങൾ ഉണ്ടാകും. നല്ല കാര്യങ്ങളല്ല, വിശുദ്ധമായ കാര്യങ്ങളല്ല അവന്റെ മനസ്സിലെ ചിന്തകളും ആഗ്രഹങ്ങളും. അവന്റെ ചിന്തകൾ മുഴുവനും പണമുണ്ടാക്കണം, പേരും പ്രശസ്തി ഉണ്ടാക്കണം, എന്റെ ശത്രുക്കളെ അവരെ അടിച്ചമർത്തണം, അവരെ ഒതുക്കണം, എന്നെ പീഡിപ്പിച്ച് അവരെ ഞാൻ വെറുതെ വിടില്ല. ഇങ്ങനെയുള്ള പല ചിന്തകളും സംസാരത്തിൽ വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവനൊരു ബന്ധനത്തിലാണ്. അതിന്റെ അർത്ഥം ഈ 4 സ്റ്റെപ്പ് അവന്റെ ഉള്ളിലുണ്ട്. അത് ഉള്ളിടത്തോളം കാലം ഏത് നിമിഷവും അവൻ പാപത്തെ പ്രസവിക്കും. ഏത് നിമിഷവും പാപത്തെ പ്രസവിക്കും. പിന്നെ ഒരു ആത്മീയ ചിന്തയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ പാപത്തെ പ്രസവിച്ചു കഴിയുമ്പോൾ കുറ്റബോധം കാരണം കുമ്പസാരിക്കാൻ പോകും. കുമ്പസാരിച്ചു കഴിയുമ്പോൾ അവന്റെ ചിന്ത ഈ പാപം പോയി എന്നാണ്. പക്ഷേ ബന്ധനം പോയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് പിശാചിന്റെ ഭവനം അവന്റെ ഉള്ളിലുണ്ട്. ഈ ബന്ധനം ഉള്ളിടത്തോളം കാലം അവന്റെ ഉള്ളിൽ പിശാചുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുക. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ, അശുദ്ധാത്മാവ് ബന്ധനമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, പാപത്തിൽ വസിച്ചിരുന്ന ഒരു മനുഷ്യൻ ധ്യാനിക്കാൻ വന്നു. അവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, ഉദാഹരണം പറഞ്ഞ അവൻ ഡിവൈൻ ധ്യാനേന്ദ്രൻ റാംസ്കേറ്റിലേക്ക് വന്നു എന്ന് കരുതുക. ഉടനെ വന്ന് ധ്യാനമൊക്കെ കൂടി തുടങ്ങി, വചനമൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന അശുദ്ധാത്മാവിന് മനസ്സിലായി, ഇതിവിടെ ഇരുന്നാൽ ശരിയാകില്ല, ഇവന്റെ കൂടെ ഇരുന്നാൽ ശരിയാകില്ല, ഞാനും മാനസാന്തരപ്പെട്ട് പോയേക്കാം എന്ന് കരുതി അശുദ്ധാത്മാവ് പെട്ടെന്ന് ആ മനുഷ്യനെ വിട്ട് ആശ്വാസം നടി വേറെ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടെന്നൊക്കെ നോക്കി ഇവനിങ്ങനെ ഈ റാംസ്കേറ്റിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടതുകൊണ്ട് അവൻ ഒരു സ്ഥലവും കിട്ടിയില്ല. അപ്പോൾ അത് പറയും. ഒന്നും കിട്ടാതെ വരുമ്പോൾ അവൻ പറയാണ്, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. ഞാൻ ഇറങ്ങിപ്പോന്ന ഭവനമൊന്നല്ല, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനം. പിശാച് പറയാണ്, ഞാൻ ഇറങ്ങിപ്പോന്ന ആ ആളുണ്ടല്ലോ, അവനിപ്പോൾ ധ്യാനം കഴിഞ്ഞ് 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഗേറ്റിൽ വന്ന് അവനെ പിടിക്കും. കാരണം അതെൻ്റെ ഭവനമാണ്, എൻ്റെ ഭവനമാണ്. എനിക്കവിടെ സ്ഥാനമുണ്ട്, എനിക്കവിടെ അവകാശമുണ്ട്, എൻ്റെ ആധാരം എൻ്റെ പേരിലാണ്, എനിക്കവിടെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് അത് എൻ്റെ ഭവനമാണ്. ആ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട് കാണുന്നു. ഇന്ന് പലരുടെയും ചിന്ത കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെതായി മാറിയെന്നാണ്. അത് ശരിയല്ല. കുമ്പസാരത്തിലൂടെ പാപത്തെ നമ്മൾ എടുത്തുപേക്ഷിച്ചു, പാപത്തെ നമ്മൾ കുമ്പസാരത്തിലൂടെ എടുത്തു കളഞ്ഞുവെങ്കിലും ഈ പാപത്തിലേക്ക് നയിച്ച ഈ 4 സാഹചര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ താലോലിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ബന്ധനത്തിലാണ്. പിശാചിന്റെ ഭവനം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവൻ അവകാശവുമുണ്ട്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു പോകും. അവൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി വരട്ടെ, അപ്പോൾ എൻ്റെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒരുമിച്ച് ചേർന്നിരിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലം അവൻ ഒരുക്കിയിട്ടുണ്ടാവും ധ്യാനം കഴിയുമ്പോഴേക്കും. അതുകൊണ്ട് അവൻ ധ്യാനം കഴിയുന്നതുവരെ ഞാൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നോളാം, ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗേറ്റിങ്ങിൽ വെച്ച് ഞാൻ അവനെ പിടിച്ചോളാം എന്ന മട്ടിലാണ് പിശാച് ഇങ്ങനെ ചുറ്റി നടക്കുക. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങുണ്ട് എന്നറിയാതെ അവൻ നോക്കി നടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നശിപ്പിക്കേണ്ടത് പാപം കുമ്പസാരത്തിലൂടെ ഏറ്റുകളഞ്ഞാൽ മാത്രം പോരാ. പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ശ്രമിച്ചാൽ മാത്രം പോരാ. ദുർമോഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏതു നേരവും പ്രാർത്ഥിച്ചാലും പോരാ. ദുർമോഹങ്ങൾ ഉണ്ടാകരുതേ അത് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ നാലാമത്തത് പിശാചുമായ എന്റർടൈൻമെന്റ്, പിശാചുമായിട്ട് സംസാരിക്കാനോ അവന്റെ സ്വാധീനമുള്ള മേഖലകളിൽ പോകാതിരുന്നാലോ പോരാ. അതും ചെയ്താൽ പോരാ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ വരിക. ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുക, വചനത്തിൽ വായിക്കുക. വെളിപാടിൻ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വെളിപാടിന് പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. എഫേസോസിലുള്ള സഭയുടെ ദൂതൻ എഴുതുക, വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു. എന്താണ് പറഞ്ഞത്? നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും
ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ എഫെസസിലുള്ള സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന ഇതാണ്: നീ കുമ്പസാരിച്ചിട്ടുണ്ട്, നല്ല ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട്, നല്ല പ്രാർത്ഥനയിലേക്കാണ്, പക്ഷേ ഇപ്പോഴും നിന്റെ ഉള്ളിൽ പിശാചിന്റെ ഭവനം വിട്ടുപോയിട്ടില്ല. നിന്റെ ഉള്ളിൽ പിശാചിന്റെ ഭവനം ഇപ്പോഴും ഉണ്ട്. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ നല്ല ഗുണങ്ങളാണ്. ഈ നല്ല ഗുണങ്ങളൊക്കെ ഇവർക്കുണ്ട്. അപ്പോസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. നീ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെ മിടുക്കനാണ്. നിനക്ക് അങ്ങനെയുള്ള കഴിവുണ്ട്, തീഷ്ണതയുണ്ട്, എല്ലാം ഉണ്ട്. അടുത്ത വചനം: തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ട് നീ ക്ഷീണിച്ചില്ല. നോക്ക്, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ പാപിയല്ല, വിശുദ്ധനാണ്. ഈ മനുഷ്യര് എഫെസസിലെ സഭയ്ക്ക് എഴുതിയിരിക്കുക, ഇത് നിങ്ങൾ പാപിയല്ല, വിശുദ്ധരാണ്, എല്ലാ തീഷ്ണതയുണ്ട്, പീഡനങ്ങൾ ഒത്തിരി ഏൽക്കുന്നുണ്ട് ഈശോയുടെ നാമത്തെ പ്രതി. പക്ഷേ ഏറ്റവും അടിസ്ഥാനമായ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നീ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇപ്പോഴും പിശാചിന്റെ പിടിയിലാണ്. അതേതാണ്? എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് അത് നിനക്കില്ല. അത് പോയാൽ പിന്നെ ബന്ധനത്തിലാണ്. എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണെങ്കിലും, എത്ര ശുശ്രൂഷകൾ ചെയ്യുന്ന വചനപ്രഘോഷം നടത്തുന്നവനാണെങ്കിലും, ഏതു നേരം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവനാണെങ്കിലും, പീഡനങ്ങൾ ഏൽക്കുന്നവനാണെങ്കിലും, ശരീരത്തിൽ മനസ്സിലെല്ലാ മേഖല കർത്താവിന് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്നവനാണെങ്കിലും, ഈ ആദ്യത്തെ സ്റ്റെപ്പ് പോയിട്ടുണ്ടോ അവൻ ബന്ധനത്തിലാണ്. അതാണ് ഈ ബന്ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ഈ ബന്ധനത്തെക്കുറിച്ച് പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതെന്താണ് ഈ ബന്ധനം എന്ന് പറഞ്ഞാൽ, ദൈവസ്നേഹത്തിൽ നിന്ന് അകലുന്നവനൊക്കെ ബന്ധനത്തിലാണ്. ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടു പോകുന്നവൻ, ദൈവത്തെക്കുറിച്ചുള്ള ആ സ്നേഹബന്ധമില്ലെങ്കിൽ അവൻ ബന്ധനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ബന്ധനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അവനെ ബന്ധനത്തിലാക്കുക അത്ര എളുപ്പമല്ല. പിശാച് ഏറ്റെടുക്കുക അത്ര എളുപ്പമല്ല. ദൈവസ്നേഹത്തിലായിരിക്കുന്നവനെ വഴിതെറ്റിക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞാൽ, 3 ദിവസത്തെ ധ്യാനമൊക്കെ കൂടി നല്ല കുമ്പസാരമൊക്കെ നടത്തി ആത്മാർത്ഥമായി ധ്യാനിച്ച് ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അനുതാപത്തോടെ കുമ്പസാരിച്ച് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവര് വീട്ടിൽ പോയാലും ഒരാഴ്ചത്തേക്ക് എത്ര പ്രലോഭനം വന്നാലും അവർ പ്രലോഭനത്തിൽ വീഴില്ല. ആ കാര്യത്തിൽ ഉറപ്പാണ്. ഒരാഴ്ച, ചിലര് 1 മാസം, ചിലപ്പോൾ 2 ദിവസം ഒക്കെ. അപ്പോൾ അതിന് കാരണം ആ ആത്മീയ ബന്ധം, ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അവരെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ പതിയെ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ട് പിശാചിനെ താലോലിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ ഉള്ളിലുള്ള ആ ദൈവത്തോടുള്ള ഐക്യം പതിയെ വിട്ടുമാറും. കണ്ണകന്നാൽ മനസ്സകലും, പിന്നെ ആത്മാവ് എല്ലാം അകലും. ദൈവവുമായിട്ടുള്ള ബന്ധം, എന്നുമുണ്ടായിരുന്ന സ്നേഹബന്ധം, എന്നുമുണ്ടായിരുന്ന സംസാരം, എന്നുമുണ്ടായിരുന്ന ആ ആത്മബന്ധം നഷ്ടപ്പെടുത്തിയാൽ ഇതാണ് സംഭവിക്കുക. പണ്ടൊരാള് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ദൈവത്തെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നത്, അത് എങ്ങനെയാ സ്നേഹിക്കുക? ഇപ്പോൾ അച്ഛനോ ആരെങ്കിലും എന്നോട് പറയാ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് സ്നേഹിക്കാൻ പറ്റും. കാരണം മുമ്പിൽ ഒരാൾ നിപ്പുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ആൾ പറയുന്നത് ഞാനും കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഒരു സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ പക്ഷെ ദൈവം എനിക്ക് കാണാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് സ്നേഹിക്കുക? പ്രിയപ്പെട്ടവരെ, സ്നേഹബന്ധം ഉണ്ടാകുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. സ്നേഹബന്ധം ഉണ്ടാകുക. സ്നേഹബന്ധത്തിന്റെ എല്ലാ ബന്ധത്തിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് കമ്മ്യൂണിക്കേഷനാണ്. പ്രപഞ്ചത്തിൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ദൈവവും മനുഷ്യനും അകന്നു കഴിഞ്ഞപ്പോൾ, ദൈവം മനുഷ്യനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആദ്യം ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു. ആദം, നീ എവിടെയാ? എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ആദം, നീ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ദൈവം കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു. പിന്നീട് കമ്മ്യൂണിക്കേഷൻ അബ്രാഹത്തിലൂടെ, ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ, 12 ഗോത്രങ്ങളിലൂടെ, മോശയിലൂടെ, പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ ദൈവം കണ്ടിന്യൂ ചെയ്ത് അവസാനം ഈശോയിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. അതിനുശേഷം ഉണ്ടായത് ഓരോ ബന്ധങ്ങൾ വരുന്നത് നോക്ക്. ആദ്യം കമ്മ്യൂണിക്കേഷൻ,
പിന്നെ പറഞ്ഞു ഞാൻ നിന്റെ ദൈവം, നിങ്ങൾ എൻ്റെ ജനം. പിന്നെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ രാജാവ്, നിങ്ങളുടെ ജനം. ഞാൻ നിന്റെ ഭർത്താവ്, നിങ്ങൾ എൻ്റെ ഭാര്യ. ഞാൻ നിങ്ങളിൽ ഒരുവൻ. ഞാൻ നിങ്ങളെ സുഹൃത്തുക്കൾ എന്ന് വിളിച്ചു. എന്നിട്ട് പറയാ ഞാൻ നിങ്ങളിൽ ഒരുവനാണ്, ഇനി ഞാനും നീ ഒന്നാണ് എന്ന് പറഞ്ഞ ആ വലിയ ബന്ധത്തിലേക്ക് ഈശോ വരുന്നത് കാണാം. ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം കമ്മ്യൂണിക്കേഷനാണ്. ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു മനുഷ്യനിരുന്നു. ഞാൻ വണ്ടിയിൽ കയറി അവിടെ ഇരുന്ന ഉടനെ തന്നെ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. ഉടമ്പര ഒത്തിരി ഒരു 5-6 മണിക്കൂർ നീണ്ടൊരു യാത്രയായതുകൊണ്ട് ഒന്ന് സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ടൈം പാസ്സൊക്കെ ആയിക്കൊള്ളൂ എന്ന് കരുതിയാണ് ആ മനുഷ്യനോടൊന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണി, ഒന്ന് പരിചയപ്പെടാം എന്ന് കരുതി. ആ മനുഷ്യൻ ഞാൻ ചിരിച്ച ഉടനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഈ പ്രദേശത്തേക്ക് എൻ്റെ നേരേക്ക് നോക്കിയേയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അയാൾ അവിടെ കിടന്നുറങ്ങി, ഞാനും കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തേണ്ട അടുത്തെത്തി. ഇതിനിടയിൽ ഇയാൾ എപ്പോഴോ ഇറങ്ങിപ്പോയി, അത് ഞാൻ അറിഞ്ഞു പോലുമില്ല. പക്ഷെ തിരിച്ചുള്ള യാത്രയിൽ എൻ്റെ അടുത്തിരുന്ന ആളെ ഒന്ന് ഞാൻ ചിരിച്ചു, അയാളും എന്നെ നോക്കി ചിരിച്ചു. പിന്നെ ആൾ സംസാരിച്ചു, ഞാനും സംസാരിച്ചു. പിന്നെ സംസാരിച്ച് പല കാര്യങ്ങളും സംസാരിച്ചു. അച്ഛനാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അയാളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം അയാൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചോക്ലേറ്റ് വാങ്ങി എനിക്കും തന്നു, ഞാനും കഴിച്ചു, ആളും കഴിച്ചു. ഇങ്ങനെ ഒരു വലിയ സുഹൃത്ത് ബന്ധം അവസാനം പോകാൻ നേരത്ത് പറഞ്ഞു, അച്ഛാ ഇനി ഞാൻ ഇടയ്ക്ക് ധ്യാനത്തിനൊക്കെ വരുന്നുണ്ട്. നമ്പറൊക്കെ മേടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോണ്ടാക്റ്റ് ആയി. ഒരു ബന്ധമുണ്ടായി. കമ്മ്യൂണിക്കേഷൻ ബന്ധത്തിലേക്ക് നയിക്കുന്നു. ഏത് ബന്ധമാണെങ്കിലും ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടക്കുന്നില്ലെങ്കിൽ, ദൈവവുമായിട്ടുള്ളൊരു സംസാരമില്ലെങ്കിൽ അവിടെ സ്നേഹബന്ധത്തിലേക്ക് വരിക അസാധ്യമാണ്. ഇന്ന് പലരും പറയും ദൈവമായിട്ടുള്ള സ്നേഹത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിലും അവർക്ക് സ്നേഹബന്ധത്തിലേക്ക് വരാൻ പറ്റാത്തതിന് കാരണം അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ വളർന്ന് ബന്ധത്തിലേക്ക് വരും. ആ ബന്ധം കൂടുതൽ ഉറപ്പുള്ളതായി മാറും. കൂടുതൽ ഈശോയെ അറിയുന്നതിനും അനുസരിച്ച് നമ്മൾ ബന്ധത്തിലേക്കും സ്നേഹത്തിലേക്കും വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമുക്കൊരു വചനം കൂടി വായിക്കാം. 2 തിമോത്തി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കാം. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവൻ. ജഡത്തിന്റെ പാപങ്ങൾ ഒന്നുപോലും കേൾക്കരുത്. മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. ഇങ്ങനെയുള്ള ജഡിക പാപങ്ങൾ, ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ താലോലിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓർക്കുക, അതെല്ലാം പിശാചിന്റെ ഭവനത്തിനുള്ള അടിത്തറകളാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കാൻ സാധ്യതയുള്ള പിശാചിന്റെ ഭവനങ്ങൾക്ക് നമ്മൾ അടിത്തറ പാവുകയാണ്. വ്യർത്ഥ ഭാഷണം, മ്ലേച്ഛ ചിന്തകൾ, ചാബല്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കാര്യവും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതിന് പകരം എപ്പോഴും കൃതജ്ഞതാ സ്തോത്രം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കണമെന്നാണ് ദൈവം പറയുക. അതുകൊണ്ട് പലരും പറയാറുണ്ട്, അച്ഛാ ഞാൻ ധ്യാനം കൂടി, ഇപ്പോൾ പാപമെല്ലാം നിർത്തി, അതുകൊണ്ട് ഞാനിപ്പോൾ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. പലരും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. ഒരു നുണയൻ ധ്യാനം കൂടി നുണ നിർത്തിയാൽ അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, പക്ഷെ അവൻ മാനസാന്തരപ്പെട്ട വ്യക്തിയാകുന്നില്ല. മറിച്ച് ഇത്രയും നാളും പറഞ്ഞ നുണയ്ക്ക് അവൻ പരിഹാരം ചെയ്തേ പറ്റൂ. ഒരു മോഷ്ടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ 6 ദിവസങ്ങളിൽ 4 ദിവസവും ഇയാൾ മോഷണത്തിന് വേണ്ടി പോകും. അങ്ങനെ ഒരു മനുഷ്യൻ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു. ഇപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ മോഷണം നിർത്തി എന്ന് കരുതി അവൻ മാനസാന്തരപ്പെട്ട പൂർണ്ണമായും വീണ്ടും ജനിച്ച ഒരു മനുഷ്യനായി മാറുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യണം? ഈ 4 ദിവസം മോഷണം നിർത്തിയതുകൊണ്ട് ഇപ്പോൾ 4 ദിവസം അവന് ഫ്രീ ആണ്. ഈ ഫ്രീ ഉള്ള ദിവസം ഇവൻ എന്ത് ചെയ്യണം? ഇവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ ഇവന് കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ, അത് ഇവനില്ലാത്തവനുമായി പങ്കുവയ്ക്കണം. എങ്കിൽ മാത്രമേ പിശാചിന്റെ ഭവനത്തെ അടിത്തറയെ നശിപ്പിക്കാൻ പറ്റൂ. ഇന്ന് പലരും പാപം ചെയ്ത് പിശാച് നല്ലൊരു ഒന്നാന്തരം മണിമാളിക ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ മണിമാളിക അവിടെ വെച്ചിട്ട് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പാപമോചനം നേടി, അതുകൊണ്ട് ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന ചിന്തയോടെ നടക്കുകയാണ്. അവർക്ക് തെറ്റുപറ്റുന്നു. കാരണം അങ്ങനെ പാപം കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടു എന്ന് നടന്നതിന്റെ പേരിൽ അവന്റെ ഉള്ളിലെ പാപത്തിന്റെ ഭവനം നശിക്കുന്നില്ല. കുറെ നാളുകൾക്ക് മുമ്പ്
ബോംബെ ധ്യാനേന്ദ്രത്തിലായിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടെ ധ്യാനിക്കാൻ വന്നു. ഒത്തിരി തെറ്റായ ബന്ധത്തിലും അണ്ടർവേൾഡിനകത്തും ഈ അധോലോക സംഘങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയും അതിൽ ഇടപെടുകയും ദുഷിച്ച രീതിയിൽ പണം സമ്പാദിക്കുകയും പലരെയും ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ഇടയ്ക്ക് തോക്കുകളൊക്കെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാൾ അപ്രതീക്ഷിതമായ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു. ആരൊക്കെയോ പറഞ്ഞതനുസരിച്ച് ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടുന്നു. അതിനുശേഷം ഹൃദയത്തിന്റെ ബ്ലോക്ക് അപ്രതീക്ഷിതമായി അത്ഭുതകരമായി വിട്ടുമാറുന്നു. പരിപൂർണ സൗഖ്യം കിട്ടുന്നു. അങ്ങനെ ഈ മനുഷ്യൻ ധ്യാന പ്രസംഗത്തിലേക്കും സാക്ഷ്യം പറയാനും അങ്ങനെയെല്ലാം ഈ മനുഷ്യൻ മാറി. അതിനുശേഷം ഇയാൾ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പാപങ്ങളൊക്കെ നശിപ്പിച്ചു, എല്ലാ തിന്മകളൊക്കെ വേണ്ട എന്ന് വെച്ചു. അതിനുശേഷം എല്ലാ കൂട്ടുകെട്ടുകളും ഉപേക്ഷിച്ചു. ഇനി തെറ്റായ രീതികളിലേക്കോ തെറ്റായ ബന്ധങ്ങളിലേക്കോ പോകാതെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ തുടങ്ങി. എപ്പോഴും ധ്യാനിക്കാൻ വരും, എല്ലാ ആഴ്ചയും അവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഞാനൊരു കാഴ്ച കണ്ടു. ഞങ്ങളുടെ ഒരു ശുശ്രൂഷകനെ ഈ മനുഷ്യൻ കഷത്തിൽ ബൈബിൾ വെച്ചിട്ടുണ്ട്, കയ്യിലൊരു ബെനഡിക്റ്റും കുരിശും പിടിച്ചിട്ടുണ്ട്. ഇതും പഠിച്ച് ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ട വളണ്ടിയറിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കറിയില്ല ഞാൻ ആരായിരുന്നു എന്ന്. നീ എൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നീ എൻ്റെ മുമ്പിലൊന്നും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറകിൽ നിന്നത് കേൾക്കാനും ഇടയായി. ഇയാള് ഈ കുരിശും പിടിച്ച് കൈ ചൂണ്ടി ആ പാവപ്പെട്ട വളണ്ടിയറിനെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ഇതാണ്: എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് നിനക്കറിയില്ല, അതറിഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ എന്നോട് സംസാരിക്കില്ലായിരുന്നു. ഞാൻ ആരാണെന്ന് നീ അറിയണമെങ്കിൽ നീ അവിടെ പോയി ചോദിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. ആ സമയം എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യനിലെ പഴയ മനുഷ്യൻ അല്ലെങ്കിൽ പിശാചിന്റെ ആ ഭവനം, കുമ്പസാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പള്ളിപ്പോക്കുണ്ട്, ഉപവാസമുണ്ട്, 24 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവനാണെങ്കിലും പിശാചിന്റെ ഭവനം നശിപ്പിച്ചിട്ടില്ല. ആ ഭവനം ഇപ്പോഴും അവന്റെ ഉള്ളിലുണ്ട്. അതിനെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ട്. ഇത് അപകടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പല പാപങ്ങളും നമ്മൾ ചെയ്ത്, കഴിഞ്ഞകാല ജീവിത സാഹചര്യങ്ങളിൽ പല പാപങ്ങളും ചെയ്ത് പിശാചിന് മണിമാളികകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മണിമാളികകൾ തകർക്കാതെ നശിപ്പിക്കാതെ ഒരാൾക്കും ബന്ധനമോചനം കിട്ടില്ല. എത്ര ധ്യാനിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര കുമ്പസാരിച്ചാലും, എത്ര ഉപവസിച്ചാലും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. ഒരാൾ പറയാണ്, അച്ഛാ, ഞാൻ വാ തുറന്നാൽ തെറി മാത്രമാണ് ഭാര്യയോട് പറയുക, വാ തുറന്നാൽ തെറി മാത്രമാണ് വർത്താനം പറയുക. ഞാൻ ധ്യാനം കഴിഞ്ഞു, ധ്യാനമൊക്കെ കൂടി, അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റായിപ്പോയി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ശക്തമായ തീരുമാനമെടുത്തു, ഇനി ഞാൻ ഭാര്യയോട് മിണ്ടുന്നേയില്ല. ഇതാണ് അയാളെടുത്ത തീരുമാനം. അങ്ങനെ, കാരണം വാ തുറന്ന തെറിയേ വരുള്ളൂ, അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും അയാൾക്ക് വിശുദ്ധനാകാൻ പറ്റില്ല. ഇന്ന് പണ്ടത്തെ ഒരു സ്പിരിച്വാലിറ്റി ആയിരുന്നു, ലോകത്തിലായിരിക്കുമ്പോൾ പാപം ചെയ്യുക, അതുകൊണ്ട് മരുഭൂമിയിൽ പോയി ധ്യാനിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പാപ സാഹചര്യങ്ങൾ വന്ന പാപത്തിൽ വീഴുമെന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടുന്നത് ഒരു വിശുദ്ധിയുടെ അടയാളമാകണമെന്ന് നിർബന്ധമില്ല. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്നല്ല പറഞ്ഞത്, പക്ഷേ അതിലൊരു അപൂർണതയുണ്ട്. ഒരാള് ഏതു നേരവും ചീത്ത സിനിമകൾ കണ്ട് അയാളുടെ കണ്ണിന് കേടായി, കണ്ണിന് അസ്വസ്ഥത വരാൻ തുടങ്ങി. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനിമേൽ നീ ചീത്ത സിനിമകൾ കാണരുത്, കണ്ടു കഴിഞ്ഞാൽ നിന്റെ കണ്ണടിച്ചു പോകും. എങ്കിലും പ്രലോഭനം കാരണം ഇവനത് കാണാൻ തുടങ്ങി. കണ്ട് അവസാനം കണ്ണടിച്ചു പോയി, കാഴ്ചശക്തി പോയി. ഉടനെ ഇവൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി രക്ഷയില്ല. ഉടനെ ഇവൻ കർത്താവിന് മുമ്പിൽ കണ്ണുനീരോടെ പറഞ്ഞു, കർത്താവേ, ഇനിമേൽ ഞാൻ ചീത്ത സിനിമ കാണില്ല. അതിലെന്ത് വിശുദ്ധിയാ ഉള്ളത്? കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവൻ തീർച്ചയായ തീരുമാനം എടുക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭവനം ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് പരിപൂർണ ബന്ധന വിമോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബൈബിൾ വചനം നമ്മൾ പ്രത്യേകിച്ച് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ, 25 മുതൽ 6 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കാം. 26 മുതൽ. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. 27. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താൻ ഉള്ളിക്കയറും. അങ്ങനെ ചെയ്താൽ
സാത്താൻ അവസരം കൊടുക്കരുത്. ഇനി ഈ സാത്താൻ അവസരം വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെ നമ്മൾ നശിപ്പിക്കും? ഈ സാത്താന്റെ കുടുംബത്തെ എങ്ങനെ നശിപ്പിക്കും? സാത്താന്റെ ഭവനത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ തുടച്ചു മാറ്റാൻ പറ്റും? അതാണ് അടുത്ത വചനം. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. അങ്ങനെ ചെയ്താലേ അവൻ ദുഷ്ടന്റെ വീട്, പിശാചിന്റെ ഭവനം നമ്മുടെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത് ഉടനെ മോഷണമൊക്കെ നിർത്തി നല്ല കുംസാരം നടത്തി കഴിഞ്ഞ പാപമോചനമായി എന്നാണ്. പറ്റില്ല. ഇത്രയും നാളും തിന്മ ചെയ്യാൻ എത്രമാത്രം സമയം ചെലവഴിച്ചു നോക്കുക, അതൊരു കണക്ക് കൂട്ടുക. എത്ര പണം ചെലവഴിച്ചു നോക്കുക, എത്ര പേരെ ദ്രോഹിച്ചു നോക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാതെ പിശാചിന്റെ ഭവനം നമ്മളിൽ നിന്ന് നശിക്കപ്പെടില്ല. അവന്റെ ഭവനം ഉള്ളിൽ കിടക്കും. അവന്റെ ഭവനം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ എത്ര വൈദികരാണെങ്കിലും ശുശ്രൂഷകരാണെങ്കിലും വചനപ്രഘോഷകരാണെങ്കിലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നവരാണെങ്കിലും പിശാച് പുറത്തിരുന്ന് പറയും, ഇപ്പം വലിയ പ്രാർത്ഥനയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, പക്ഷേ എന്നാലും അവൻ എൻ്റെ വീട് തന്നെയാണ്, അവൻ എൻ്റെ ഭവനമാണ്, ഞാൻ തിരിച്ചു പോകും, ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു പോകും. അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പാപത്തിലേക്ക് വീണുപോകും. കാരണം അവൻ്റെ ഭവനം ഉള്ളിൽ കിടപ്പുണ്ട്, അവൻ്റെ ബന്ധനം ഉള്ളിൽ കിടപ്പുണ്ട്. അടുത്ത വചനം 29-ാം വാക്യം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. ഏതു നേരം തെറി പറയുന്ന ഒരു മനുഷ്യൻ ധ്യാനിച്ച് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ചീത്ത പറയാതിരുന്നാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് ഇനി സംസാരിക്കണം. നല്ല കാര്യം സംസാരിക്കണം. ഏതു നേരം ഭാര്യ തെറി പറഞ്ഞവൻ ഇപ്പൊ ഭാര്യയോട് മിണ്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടിരുന്നത് കൊണ്ട് മാനസാന്തരപ്പെട്ടെന്നോ വിശുദ്ധി സ്വീകരിച്ചൊന്നും അർത്ഥമില്ല. മറിച്ച് ഇനി ഇത്രയും നാൾ എത്ര തെറി പറഞ്ഞു നോക്കി, അതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും നന്മ പറഞ്ഞ് ആ സ്ത്രീയോട്, സ്വന്തം ഭാര്യയോട് നല്ല വാക്കുകൾ പറഞ്ഞ് ശക്തിപ്പെടുത്തി മുറിവുണക്കുന്നത് വരെ ഇയാളുടെ ഉള്ളിലെ പിശാചിന്റെ ഭവനം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുവരെയും ബന്ധനം ഉള്ളിലുണ്ട്. എത്ര ധ്യാനിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ഇത് പ്രധാനപ്പെട്ടതാണ്. അബോർഷൻ എന്നൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ഈ ജീവിതത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഉടനെ പോയി കുമ്പസാരിച്ച പാപമോചനം നേടിയത് കൊണ്ട് മാത്രമായില്ല. നമ്മൾ ഈ ലോകത്തിൽ ഒരു അധർമ്മം വിധിച്ചിട്ടുണ്ട്, ഒരക്രമം, ക്രമമല്ലാത്ത അക്രമരാഹിത്യം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പലരും സൃഷ്ടിച്ചിട്ടുള്ള ക്രമരാഹിത്യമാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ അക്രമമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കുഞ്ഞിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അക്രമത്തിന്റെ, ക്രമരാഹിത്യത്തിന്റെ ഫലം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞിനെ എടുത്തു വളർത്താനോ അതിനെ വളർത്താൻ സഹായിക്കാനോ നമുക്ക് ബാധ്യതയുണ്ട്. അത് ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിലെ ആ പൈശാചിക ഭവനം, പാപത്തിന്റെ ഭവനം തകർക്കപ്പെടണമെന്ന് നിർബന്ധമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് സാധാരണഗതി പറയുക, അബോർഷൻ പോലെയുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിൽ ഏറ്റുപറയുക മാത്രമല്ല, ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, വളർത്തുക, അല്ലെങ്കിൽ അവരെ സ്പോൺസർ ചെയ്യുക, എവിടെയെങ്കിലും പാവപ്പെട്ട രാജ്യത്ത് അനാഥരായി കഴിയുന്ന കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സഭയുടെ പഠനത്തിന്റെ ഭാഗമാണ്. നമ്മൾ അങ്ങനെ ചെയ്ത് ഈ നമ്മളുണ്ടാക്കിയ കോൺട്രിബ്യൂഷൻ, ക്രമരാഹിത്യത്തിലേക്ക് നമ്മൾ കൊടുത്ത കോൺട്രിബ്യൂഷൻ നമ്മൾ റെക്ടിഫൈ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ കടബാധിതരാണ്. അതുകൊണ്ടാണ് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും, പാപം മാത്രം പോരാ, കടങ്ങളും വിളച്ചു കിട്ടണം. ഈ കടമുള്ളിടത്തോളം കാലം അവന് നമ്മുടെ മേൽ ആധിപത്യമുണ്ട്. ഈ കടം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം പിശാചിന് നമ്മുടെ മേൽ ആധിപത്യമുണ്ട്. ആദവും ഹവ്വയും പാപം ചെയ്ത് കടബാധിതരായതുകൊണ്ടല്ലേ ഈ ലോകം അവൻ കൈപ്പിടിയിൽ ഒതുക്കിയത്. ആ കടം ഈശോ വീട്ടി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈശോ വന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വചനമുണ്ട്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വചനം, ഈശോ പറഞ്ഞു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി 28:18 മത്തായി 28:18 എടുത്തു വായിക്കാം. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതെവിടുന്ന് കിട്ടി? പിതാവായ ദൈവം ദുഷ്ടപിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് അത് വാങ്ങിച്ച് തന്റെ പുത്രന് വീണ്ടും തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കുറച്ചു മുമ്പ്
മരണത്തിനൊക്കെ മുമ്പ് പിശാച് പറഞ്ഞു ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിശാച് പറഞ്ഞപ്പോൾ ഈശോ മിണ്ടാതിരുന്നു. മരണശേഷം ഉദ്ധിതനായ ഈശോ വന്നിട്ട് പറയാണ് ഇതെല്ലാം ഇതാ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി ആരെല്ലാം ക്രിസ്തുവിനോട് ചേരുന്നുവോ അവർക്കെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരം വീണ്ടും കിട്ടും. ഈ പ്രപഞ്ചത്തിന്റെ മേലും എല്ലാ ശക്തികളുടെ മേലുമുള്ള അധികാരം അവർക്ക് കിട്ടും. അവർ ഇതിന്റെ മേൽ അധികാരമുണ്ട്. എന്നാൽ ആരൊക്കെ പിശാചിനോട് ചേരുന്നുവോ അവൻ തന്റെ ജീവിതത്തിലെ ഓരോ മേഖലകളും വീണ്ടും പിശാചിന് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുകയാണ്. ഈശോ തിരുരക്തം കൊണ്ട് നേടിയെടുത്ത് നമുക്ക് അധികാരം തിരിച്ചു തന്നത്, അത് നമുക്ക് വീണ്ടും തന്നത്, വീണ്ടും നമ്മൾ കൊണ്ടുപോയി പിശാചിന് മേൽ അടിയറ വയ്ക്കുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും ദയനീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ പാപവും ഈശോയുടെ കുരിശു മരണത്തിനെതിരെയുള്ള പാപമാണ്. ഈശോയുടെ രക്തത്തിനെതിരെയുള്ള പാപമാണ് ഓരോ പാപവും. ഈശോ എന്തിനു വേണ്ടി പീഡ സഹിച്ചു മരിച്ചോ അതിനെതിരെയുള്ള പാപമാണ്. അതുകൊണ്ടാണ് ഓരോ പാപം പണ്ടത്തെക്കാളും കൂടുതൽ ഗൗരവമാണ്. 2000 വർഷം മുമ്പ് ഒരു മനുഷ്യൻ ചെയ്തിരുന്ന പാപത്തെക്കാളും കൂടുതൽ ഗൗരവമേറിയതാണ് ഇപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ. കാരണം പണ്ട് അറിവില്ലായ്മ മൂലം ഉത്ഭവ പാപത്തിന്റെ സ്വാധീനമൊക്കെ മൂലം പലരും പാപം ചെയ്തത്. അതുകൊണ്ടാണ് പഴയ നിയമം വായിക്കുമ്പോൾ ഒത്തിരി മാരകമായ പാപങ്ങൾ, ഒത്തിരി വിശുദ്ധരായ മനുഷ്യർ, ദാവീദൊക്കെ എത്രയോ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എത്ര മാരകമായ പാപമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ഗ്രാവിറ്റി കുറവുണ്ടായിരിക്കണം. കാരണം ഈശോ തൻ്റെ തിരുരക്തത്തെ വീണ്ടെടുക്കുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. പക്ഷെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈശോയുടെ തിരുരക്തത്തിനെതിരെയുള്ള പാപം കൂടിയാണ് നമ്മുടെ പാപം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 2 തിമോത്തി 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് എടുത്ത് വായിക്കാം. 2 തിമോത്തി 2-ാം അധ്യായം 16-ാം വാക്യം മുതൽ വായിക്കാം. 2 തിമോത്തി 2-ാം അധ്യായം 16-ാം വാക്യം മുതൽ എടുത്തു വായിക്കാം. 2 തിമോത്തി 2-ാം അധ്യായം 16-ാം വാക്യം മുതൽ. ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. വ്യർത്ഥ ഭാഷണങ്ങൾ, ലൗകികമായ ഭാഷണങ്ങൾ അത് വ്യർത്ഥ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. 17-ാം വാക്യം. ഈ ഭക്തി രഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ ശരീരത്തെ ബാധിക്കും. നമ്മൾ പിശാചിനെ എന്റർടൈൻ ചെയ്ത ചീത്ത സംസാരത്തിലൂടെയൊക്കെ എന്റർടൈൻ ചെയ്താൽ അത് ശരീരത്തിലേക്ക് അവന്റെ സ്വാധീനം കയറും. ഓരോ കാർന്നു തിന്നുന്ന വ്രണം എന്ന് പറഞ്ഞാൽ ഓരോ സെല്ലുകൾ ഇങ്ങനെ ആധിപത്യം പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു വ്രണം എന്ന് പറഞ്ഞതുപോലെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലും അവൻ ആധിപത്യം ഉറപ്പിക്കും പാപം ചെയ്തു കഴിഞ്ഞാൽ. 18-ാം വാക്യം അടുത്ത വചനം എടുത്ത് വായിക്കാം. പുനരുദ്ധാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. ചിലരുടെ വിശ്വാസത്തെ അവർ തകിടം മറിച്ചു എന്നാണ് വചനം പറയുക. ഇനി 20-ാം വാക്യം എടുത്ത് വായിക്കാം. 20-ാം വാക്യം എടുത്ത് വായിക്കാം. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. അടുത്ത വചനം. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിന് ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഒരുവൻ, ഒരിക്കൽ കൂടി വായിക്കുക, ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഭവനം ഉള്ളിലൊക്കെ വെച്ചുകൊണ്ടിരുന്ന പാപത്തിലായിരിക്കുന്ന സമയത്ത് എത്ര വിശുദ്ധനാണെങ്കിലും അവന്റെ ഉള്ളിൽ പിശാചിന്റെ ഭവനം ഉണ്ടെങ്കിൽ അവൻ നികൃഷ്ടമായ അവസ്ഥയിൽ തന്നെയാണ്. എത്ര പ്രാർത്ഥിക്കുന്നവനും ഉപവസിക്കുന്നവരൊക്കെ ആണെങ്കിലും പിശാചിന്റെ ഭവനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിശാചിന്റെ ഭവനം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ പിശാചിന് അവന്റെ മേലൊരു ആധിപത്യം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ, അങ്ങനെ ഒരു വിശുദ്ധീകരണം, ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ, ഒരു പരിപൂർണ വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ ഇവനെ ദൈവം ശക്തമായ വിശുദ്ധമായ കാര്യങ്ങൾക്ക് ശക്തമായി ഉപയോഗിക്കും എന്ന വചനമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ വിടുതൽ ധ്യാനത്തിന്റെ പ്രത്യേകത. അതാണ് ഇങ്ങനെയുള്ള ധ്യാനം കൊണ്ട് ദൈവം നമ്മിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാൻ വിശുദ്ധനായി പ്രാർത്ഥിച്ചു, നന്നായി, ഞാൻ മാനസാന്തരപ്പെട്ടവനാണ്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കൽ കൂടി വീണ്ടും വായിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിപാട് 2:2 മുതലുള്ള വാക്യങ്ങൾ. നീ എത്ര നല്ല കാര്യമാണെങ്കിലും നിനക്കൊന്ന് നഷ്ടപ്പെട്ടു. ആദ്യമുണ്ടായിരുന്ന സ്നേഹമില്ല, ആദ്യമുണ്ടായിരുന്ന ദൈവമായിട്ടുള്ള ഐക്യം ഇപ്പോൾ കുറവല്ലേ?
അന്നുണ്ടായിരുന്നതുപോലെ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളുനിറിയ ദൈവസ്നേഹം അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഇല്ലല്ലോ. അന്നുണ്ടായിരുന്നതുപോലെ ആത്മാർത്ഥമായ തീക്ഷ്ണത, ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും തയ്യാറാകുന്ന വലിയ സ്നേഹം അതിപ്പോൾ പതിയെ നഷ്ടപ്പെട്ടില്ലേ? അതിന്റെ അർത്ഥം പിശാച് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ കെട്ടിടം പണിത് അവിടെ വീടും മുറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഇപ്പോൾ എത്ര നല്ലവനാണെങ്കിലും ആ ഭവനം നശിപ്പിക്കാത്തിടത്തോളം കാലം നീ സ്വതന്ത്രനല്ല, ഒരു ബന്ധനത്തിലാണ്.